ഇന്നലത്തെ ഈ പാറ്റകളുടെ സമരം കഴിഞ്ഞതിന് ശേഷം നടത്തിയ ഈ പ്രസ് മീറ്റിൽ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം തങ്ങളുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട ഡിമാൻഡ് ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് കുറച്ച് ആശങ്ക ഉളവാക്കുന്ന ഒരു ഡിമാൻഡായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, ഈ സമരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്കെതിരെ എടുത്ത കേസുകൾ സർക്കാർ റദ്ദ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നതായിട്ടൊരു വാർത്ത വന്നു. അങ്ങനെ സർക്കാർ ഒരു ഗ്യാരണ്ടി നൽകിയെന്നാണ് പാറ്റകളുടെ നേതാവ് പറഞ്ഞത്. പക്ഷേ ആ ഗ്യാരണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും നൽകാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. അതിനാസ്പദമായ ഒരു സംഭവമുണ്ട്. ഇതിന് സമാനമായ ഒരു സംഭവം കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് നടന്നിരുന്നു. അത് 2022 ഹുബ്ബള്ളി കലാപം നടന്നു. ആ ഹുബ്ബള്ളി കലാപത്തിന് ശേഷം വീണ്ടും 2024 ആയപ്പോഴേക്കും കോൺഗ്രസ് കർണാടകത്തിൽ അധികാരത്തിൽ വരികയും സിദ്ധരാമയ്യ ഈ കേസിലെ 43 മുസ്ലിം സംഘടനയിലെ പ്രവർത്തകരെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ഈ കേസ് തന്നെ റദ്ദ് ചെയ്യുകയും ചെയ്ത് ഉത്തരവിറക്കി. ഇതിനെതിരെ ഗിരീഷ് ഭരദ്വാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചു. അതായത് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, പോലീസിനെ ആക്രമിക്കുക തുടങ്ങിയ കേസിലെ ഈ 43 പ്രതികളെ സർക്കാർ വെറുതെ വിടുകയാണ്. അങ്ങനെ വിടാൻ സർക്കാരിന് കഴിയുമോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു ഹർജി സമർപ്പിച്ചത്. ആ ഹർജി പരിഗണിച്ച കർണാടക ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് KV അൻചരിയ, ജസ്റ്റിസ് KV അരവിന്ദ് എന്നിവർ ചേർന്ന ഒരു ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു സർക്കാരിന് അതിനുള്ള യാതൊരുവിധ നിയമപരമായ അധികാരങ്ങളും ഇല്ല എന്നും സർക്കാരിന്റെ ഉത്തരവ് കോടതി ഇതിനാൽ റദ്ദ് ചെയ്യുന്നെന്നും കേസിന്റെ വിചാരണ തുടരാമെന്നുമാണ് പറഞ്ഞത്. അതായത് 2024 ഒക്ടോബർ 15 ഇട്ട ഉത്തരവ് വെറും പേപ്പറിന്റെ വില പോലും ഇല്ല എന്നാണ് കോടതി പറയുകയും ഈ കേസ് വീണ്ടും വിചാരണയ്ക്ക് വരികയും ഇപ്പോൾ വിചാരണ നടന്നുകൊണ്ട് ഇരിക്കുകയും ചെയ്യുകയാണ്. അതിൽ ജാമ്യത്തിലുള്ള ഈ 43 പ്രതികളിൽ ജാമ്യത്തിലുള്ളവർ ജാമ്യത്തിലും അല്ലാത്തവർ വീണ്ടും അകത്തു പോവുകയും ചെയ്ത ഒരു സംഭവമാണ്. അങ്ങനെ ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ സർക്കാർ തീരുമാനിച്ചാലും ഈ പ്രതികളെയും മറ്റും, കാരണം വാഹനം തല്ലിപ്പൊളിക്കുക, പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക ചെയ്ത പ്രതികളെ വെറുതെ വിടാൻ കഴിയില്ല. സ്വാഭാവികമായി തന്നെ ഏതെങ്കിലും ഒരു പൗരൻ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇവർ അകത്തു പോകുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ വെറുതെ ഒരു ഡയലോഗ് പറഞ്ഞതുകൊണ്ട് മാത്രം ആയിട്ടില്ല, ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. പക്ഷേ ജന്തർ മന്ദിറിൽ അനധികൃതമായി ഒത്തുകൂടിയതിനെടുത്ത കേസും ഒപ്പം തന്നെ ഈ സമരക്കാർക്ക് എതിരെ എടുത്ത കേസും അത് സാധാരണ പോലീസ് എടുക്കുന്ന ഒരു കേസ് തന്നെയാണ്. ആ കേസ് ഒഴിവാക്കും, അത് മാത്രമാണ് ഒഴിവാകുക, ക്രിമിനൽ കേസ് ഒഴിവാകില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.